മുനമ്പം വിഷയം നമുക്കറിയാവുന്നതുപോലെ വഖഫ് ബോർഡിനെ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിൻ്റെ നിയമപരിഷ്കരണം ആവശ്യമാണോ അല്ലയോ എന്നുള്ള ചർച്ച പൊതുസമൂഹത്തിൽ നടക്കുന്നതിനിടയിലാണ് ഈ മുനമ്പം പ്രദേശത്തെ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഉയർന്നു വരുന്നത്. 600-ലധികം കുടുംബങ്ങൾ പണം കൊടുത്ത് ആധാരം ചെയ്ത് ഭൂമി വാങ്ങി സ്വന്തമായി അത് വളർത്തിയെടുത്ത് തങ്ങളുടെ സർവസ്വവും അർപ്പിച്ച ഭൂമിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ കുടിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യം സംജാതമാകുന്നത് അങ്ങേയറ്റം ദുഃഖകരമാണ്. അത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഈ നിർദ്ദേശവുമായി വരുന്ന വഖഫ് ബോർഡ് ഈ പൊതുസമൂഹത്തിൽ ഉളവാക്കുന്ന പ്രതിസന്ധിയും ബുദ്ധിമുട്ടും എത്ര ഭീകരമാണ് എന്ന് ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ ചിന്തിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലുമൊക്കെ നിയമത്തിൻ്റെ പഴുതുകളും ആധാരം ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ വഖഫ് എന്ന് വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഏതാധാരവും അവരുടെ സ്വന്തമായി തീരും എന്ന മട്ടിലുള്ള വ്യാഖ്യാനവും നാട്ടിലെ നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. ഇപ്രകാരമുള്ള ദുർവ്യാഖ്യാനങ്ങൾ നിമിത്തമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണം എന്നുള്ള പൊതുബോധം സമൂഹത്തിൽ ഉടലെടുക്കുന്നത് എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏതാണെങ്കിലും മുനമ്പം പ്രദേശത്തെ ഒരാളെ പോലും കുടിയിറക്കിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഇവിടുത്തെ കേരള സഭാ നേതൃത്വമോ പൊതുസമൂഹമോ തയ്യാറാകില്ല എന്നത് സ്പഷ്ടമായി മനസ്സിലാക്കുന്നത് നല്ലതാണ്.